ചിക്കൻ 65 ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോട്ടിങ് കിട്ടുന്നില്ല എന്നാണോ പ്രശ്നം? നല്ല ടേസ്റ്റുള്ള ചിക്കൻ 65 നല്ല ചൂടായിട്ട് ഉണ്ടാക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പുറത്ത് നല്ല ക്രിസ്പി കോട്ടിങ്ങും ഉള്ളിൽ നല്ല സോഫ്റ്റ് ചിക്കനും. ഞാൻ കഴിച്ചോണ്ടിരിക്കും. അപ്പോൾ റെസിപ്പി അപ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് അല്ലെങ്കിൽ പാലിൽ ചെറുനാരങ്ങനീര് അല്ലെങ്കിൽ സുർക്ക ചേർത്ത് ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. തൈരാണെങ്കിൽ ഡയറക്റ്റ് മസാലപ്പൊടികൾ ചേർത്ത് പൊരിച്ചെടുക്കുക. ബട്ടർ മിൽക്ക് ആണെങ്കിൽ ചിക്കൻ മാത്രം എടുക്കുക. അതിൽ മസാല ചേർത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാല തന്നെയാണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തുകൊണ്ട് ചെക്ക് ചെയ്താൽ മതി. ഇനി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ക്രിസ്പി ചിക്കൻ 65 ഉണ്ടാക്കുക. പൊരിക്കാൻ നേരത്തെ മാത്രം കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. പിന്നെ മസാല തേക്കുമ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ ക്രിസ്പി കോട്ടിങ് കിട്ടില്ല. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ നോക്കുക. നല്ല ചൂട് എണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് കുറച്ച് ചില്ലിയും അതുപോലെ കറി ലീവ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഒന്നും കൂടിയും കൂടും. അപ്പോൾ നല്ല ക്രിസ്പി കോട്ടിങ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ 65 റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തതും ട്രൈ ചെയ്യുക. നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്.